കൊട്ടിയൂർ പെരുമയുടെ 20ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വൈശാഖ മഹോത്സവത്തിന്റെ സവിശേഷ കാഴ്ചകളിലൂടെയാണ് ഇന്ന് ക്യാമറ കടന്നു പോകുന്നത്. കൊട്ടേരിക്കാവ് ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ദക്ഷയാഗത്തിന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് തിരയടിച്ചെത്തും. ദക്ഷയാഗ പുരാണത്തിൽ ഏറ്റവും ബീഭത്സനായ ഉഗ്രരൂപി, സർവവും തച്ചു തകർക്കുകയും ദക്ഷന്റെ തലയറുക്കുകയും ചെയ്ത ഉഗ്രമൂർത്തി. വീരഭദ്രൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇന്ന് കൊട്ടേരിക്കാവ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. കുറിച്യ സമുദായത്തിൽപ്പെട്ട ഒറ്റപ്പിലാനാണ് ഇതിന്റെ അവകാശി. ദുഃഖങ്ങൾ മാറ്റണേ, ദുരിതങ്ങൾ മാറ്റണേ, കൊട്ടിയൂർ വാഴും. അത് 50 റുപ്യ. കാരുണ്യ ഭാഗ്യക്കുറി, കാരുണ്യം ചൊരി. മന്നഞ്ചേരിയിൽ നിന്ന് ബാവലിപ്പുഴക്ക് കുറുകെയുള്ള ഈ ഇടുങ്ങിയ പാലം കടന്നു ചെന്നാൽ കൊട്ടേരിക്കാവിലെത്താം. ഇവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് നടന്നാൽ അക്കരെ കൊട്ടിയൂരിന്റെ കിഴക്കേ നടയിലാണ് എത്തുക. അവലും തേങ്ങാപ്പൂളുമാണ് കൊട്ടേരിക്കാവിലെ പ്രസാദം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മന്നഞ്ചേരിയിൽ റോഡിന് വലതുവശത്തായി ഒരു ശ്രീനാരായണ ഗുരു മന്ദിരം കാണാം. ഗുരുദേവന്റെ ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു പൂർണ്ണകായ പ്രതിമ മന്ദിരത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്തു തന്നെയാണ് മന്നഞ്ചേരി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. മടപ്പുരയ്ക്ക് മുന്നിലായി വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് കാണാം. കൊടൂര മഴയായിരുന്നതിനാൽ ഞാൻ ചെല്ലുന്ന സമയത്ത് ഗ്രൗണ്ട് പൂർണ്ണമായും ചളി കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാലും മുത്തപ്പ ദർശനം എന്ന ആഗ്രഹത്താൽ ചളി താണ്ടിക്കടന്ന് ഞാൻ മടപ്പുരക്ക് ഉള്ളിലെത്തി. പ്രൗഢിയോടെ കസേരയിലിരിക്കുന്ന മടപ്പുരയുടെ അധികാരിയോട് അനുവാദം ചോദിച്ചു. തലമറന്ന് എണ്ണ തേക്കരുത് എന്നാണല്ലോ പ്രമാണം. അതിനുശേഷമാണ് ഞാൻ വീഡിയോ പകർത്തിയത്. ഒരിക്കൽ കൂടി അക്കരെ കൊട്ടിയൂരിലേക്ക് പോകണം. അവിടുത്തെ കയ്യാലകളൊക്കെ ഒന്ന് കാണണം. തേടൻ വാര്യരാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ചോദ്യവിളക്ക് തെളിയിക്കുകയും അടിയന്തര കാര്യങ്ങളിൽ തേടുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇത് ഓരോ പൂജാ കാര്യങ്ങളും അടിയന്തരക്കാരൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ, തേടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ചിട്ടയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അവർ പൂജിക്കും. കുറ്റിയാടി ജാതിയൂർ മഠക്ഷേത്രം വരികയാണ്. കോഴിക്കോട് ജില്ല കുറ്റിയാടി ജാതിയൂർ മഠം. പെരുവണ്ണാനും പുറങ്കലയനും കൊട്ടിയൂർ ഉത്സവത്തിൽ വലിയ പ്രാമുഖ്യമാണുള്ളത്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകമായി ചെയ്യുന്നുണ്ട്. പൂണൂലില്ലാത്ത തന്ത്രി എന്നാണ് ഒറ്റപ്പിലാൻ അറിയപ്പെടുന്നത്. കുറിച്യ സമുദായത്തിൽപ്പെട്ട അവകാശിയാണ് ഒറ്റപ്പിലാൻ. ഭഗവാനുള്ള നേദ്യങ്ങളും മറ്റും തയ്യാറാക്കുന്ന സ്ഥലത്തെയാണ് തിടപ്പള്ളി എന്നറിയപ്പെടുന്നത്. ഉച്ച ശീവേലി നടക്കുന്നതിനാൽ പല കയ്യാലകളിലും തിരക്കായിരുന്നു. മറ്റു ചിലയിടത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇനിയും പല പ്രാവശ്യം കൊട്ടിയൂരിൽ പോകണമെന്നുള്ളത് കൊണ്ട് വിശദമായി അപ്പോൾ ചോദിച്ചറിയാം.
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമായിരിക്കും. ഗുഡ് ബൈ.